പ്രിയമുള്ളവരെ, ഞാൻ NR ജയകുമാർ യാത്ര. ഞാനിന്നിവിടെ അതിനുള്ളത് തലശ്ശേരിയിലെ പ്രസിദ്ധമായ ഓടത്തിൽ പള്ളിയെക്കുറിച്ചാണ്. ഇതിന് 200 വർഷത്തോളം പഴക്കമുണ്ട്. നഗരത്തിലെ പുരാതന കെട്ടിട നിർമ്മിതികളിൽ ഒന്നാണിത്. തിരുവിതാംകൂറിലെ തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഇതിൻ്റെ നിർമ്മിതി. ഇതിൻ്റെ മരങ്ങളുടെ കൂട്ടിയോജിപ്പിച്ചത് പിരിവള സമ്പ്രദായത്തിലാണ്. മേൽക്കൂരയുടെ വലിയ കെട്ടുകളും ബന്ധിപ്പിച്ചതും പിരിവളയിൽ കൂടെയാണ്. 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത്. ഇത് പഴയ കാലത്ത് ഡച്ചുകാരുടെ ഒരു കരിമ്പിൻ തോട്ടമായിരുന്നു. അവരിൽ നിന്നാണ് മൂസക്കാക്ക ഇത് വാങ്ങിച്ചത്. 1860 മൂസക്കാക്ക ഈ പള്ളി പണിതതായിട്ട് ഇവിടുത്തെ രേഖകൾ കാണാം. തിരുവിതാംകൂറിൽ നിന്ന് മൂസക്കാക്കക്ക് മരങ്ങൾ കൊണ്ടുവന്ന് ഓടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് ഓടത്തിൽ പള്ളി എന്ന പേര് വന്നത്. ഇതിൻ്റെ മുകളിലുള്ള സ്വർണ്ണ താഴികക്കുടങ്ങളൊക്കെ മൂസക്കാക്ക ക്ഷേത്ര രീതിയിൽ മൂസക്കാക്ക നിർമ്മിച്ചൊരു പള്ളിയാണിത്. തിരുവിതാംകൂറിൽ മൂസക്കാക്കക്ക് ഒട്ടനവധി വ്യാപാര സംരംഭങ്ങളുണ്ടായിരുന്നു. മരങ്ങൾ കൊണ്ട് മനോഹരമായി പണിത ഒരു പള്ളിയാണിത്. ഇതിൻ്റെ മുകൾ ഭാഗം ചെമ്പു തകിടുകൾ പതിച്ചത് നിങ്ങൾ കാണാൻ കഴിയും. ഈ പ്രവൃത്തി നടത്തിയത് തലശ്ശേരിയിലെ പഴയ കാലത്ത് ജീവിച്ച ചെമ്പോട്ടികൾ എന്ന വിഭാഗമാണ്. അവർ പിന്നീട് ഇവരിൽ നിന്നും കുടകിലേക്ക് തിരിച്ചുപോയെന്നാണ് ചരിത്രം പറയുന്നത്. മൂസക്കാക്കയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ പറയുന്നത്, നമ്മുടെ ഈ കെയ് എന്നാൽ ഉടമ അധിപൻ എന്നാണ് അർത്ഥമാക്കുന്നത്. മൂസക്കാക്കയെ ഇവിടെയാണ് മരിച്ചപ്പോൾ അടക്കം ചെയ്തത്. ഇത് കെയ് കുടുംബത്തിൻ്റെ ഒരു പള്ളിയാണ്. ഇവിടെ കുടുംബത്തിലെ ആളുകളൊക്കെ ഇവിടെയാണ് അടക്കം ചെയ്തത്. ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന്, ഈ മൂസക്കാക്ക ഇവിടുത്തെ പ്രധാന കയറ്റുമതി വ്യാപാരിയായിരുന്നു. തലശ്ശേരി കോട്ടയിലെ ചരക്കുകൾ, പ്രത്യേകിച്ചും കുരുമുളകും ഏലവുമൊക്കെ മൂസക്കാക്കയുടെ നേതൃത്വത്തിലാണ് കയറ്റി അയച്ചുകൊണ്ടിരുന്നത്. മൂസക്കാക്ക മക്കയിലൊരു സത്രമുണ്ടായിരുന്നു. അവിടെ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് നിൽക്കാൻ വേണ്ടി അന്ന് കെയ്മാരുടെ ഒരു സത്രവും അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പള്ളിയുടെ മറ്റൊരു പ്രത്യേകത, ഇവർ അന്നത്തെ കാലത്ത് വളരെയധികം മതേതര സ്വഭാവം വെച്ച് വളർത്തുന്ന വിഭാഗമായിരുന്നു. നമ്മൾ ആ കാലത്ത് മൈസൂർ ആക്രമണം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരൊക്കെ ഇവരുടെ കപ്പലിലാണ് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ ഒരു പാരമ്പര്യവും കൂടി ഇവിടുത്തെ ഈ കെയ്മാർക്കുണ്ട്. വളരെയധികം വിനയവും വളരെയധികം ഒരു മറ്റു മതങ്ങളോടും മാന്യമായ ഒരു സമീപനം പുറത്ത ഒരു സമൂഹമായിരുന്നു കെയ്മാർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ചെയ്യുകയാണ് എൻ്റെ ഈ സംരംഭത്തെ വിജയിപ്പിക്കുക എന്നത്. അതുകൊണ്ട് ഞാൻ ജയകുമാർ, തലശ്ശേരി.